അസ്സലാമു അലൈക്കും. ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് നിസ്കാരം കഴിഞ്ഞുള്ള വെറും 5 മിനിറ്റ് നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം മാറ്റങ്ങൾ ഉണ്ടാക്കും എന്നതിനെക്കുറിച്ചാണ്. വീഡിയോ മുഴുവനായി കാണുക. ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക. നിസ്കാരം കഴിഞ്ഞാലുടനെ തിരക്കിട്ട് ഓടിപ്പോകുന്നവരാണ് നമ്മളിൽ പലരും. എന്നാൽ ഈ സമയത്തിന്റെ വില നമ്മളെക്കാൾ നന്നായി ശൈത്താനിനറിയാം. അതുകൊണ്ടാണ് നിസ്കാരം കഴിയുന്ന നിമിഷം അവൻ നമ്മളെ പല തിരക്കുകളിലും പെടുത്തി പള്ളിയിൽ നിന്നും ഓടിക്കുന്നത്. ഈ 5 മിനിറ്റിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇവയാണ്. 1. ഇസ്തിഗ്ഫാർ. നിസ്കാരം കഴിഞ്ഞാലുടനെ 3 തവണ അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് ചൊല്ലുക. നമസ്കാരത്തിൽ നമുക്ക് വന്നിട്ടുള്ള ശ്രദ്ധക്കുറവുകൾക്കും ജീവിതത്തിൽ അറിഞ്ഞുമറിയാതെയും ചെയ്ത തെറ്റുകൾക്കും അല്ലാഹുവോട് മാപ്പിരക്കാനുള്ള മികച്ച സമയമാണിത്. 2. ഈ ദുആ പഠിക്കുക. അടുത്തതായി ഈ കൊച്ചു ദുആ കൂടി ചൊല്ലാൻ ശീലിക്കുക. അല്ലാഹുമ്മ ഐന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക്. ഇതിന്റെ അർത്ഥം, അല്ലാഹുവേ, നിന്നെ സ്മരിക്കാനും നിനക്ക് നന്ദി കാണിക്കാനും നിനക്ക് നല്ല രീതിയിൽ ഇബാദത്ത് ചെയ്യാനും നീ എന്നെ സഹായിക്കണേ എന്നാണ്. 3. ആയത്തുൽ കുർസി. ഒരാൾ ഫർള് നിസ്കാരത്തിന് ശേഷം ആയത്തുൽ കുർസി ചൊല്ലിയാൽ അവനും സ്വർഗത്തിനുമിടയിലുള്ള ഒരേയൊരു തടസ്സം മരണം മാത്രമാണെന്ന് നബിസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതായത് മരിച്ചാലുടൻ സ്വർഗത്തിലെത്താൻ ഇത് സഹായിക്കും. 4. തസ്ബീഹ് ചൊല്ലുക 33 തവണ. സുബ്ഹാനല്ലാഹ് 33 തവണ. അൽഹംദുലില്ലാ 33 തവണ. അല്ലാഹു അക്ബർ 100 തികയ്ക്കാൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു എന്ന് ചൊല്ലുക. 5. പ്രാർത്ഥന. ഫർള് നിസ്കാരത്തിന് ശേഷമുള്ള പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുമെന്ന് നബിസല്ലം പറഞ്ഞിട്ടുണ്ട്. ഏത് ഭാഷയിലും നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കുമ്പോൾ ആദ്യം അൽഹംദുലില്ലാ പറയുക. തുടർന്ന് സ്വലാത്ത് ചൊല്ലുക. പ്രാർത്ഥനയുടെ അവസാനം വീണ്ടും സ്വലാത്ത് ചൊല്ലി അവസാനിപ്പിക്കുക. നമ്മുടെ ഈ ചെറിയ പ്രവർത്തികൾ വലിയ പ്രതിഫലങ്ങളാണ് ആഖിറത്തിൽ നമുക്ക് നൽകാൻ പോകുന്നത്. അതുകൊണ്ട് ഇനി മുതൽ നമസ്കാരം കഴിഞ്ഞ് ഈ 5 മിനിറ്റ് പള്ളിയിൽ തന്നെ ഇരിക്കാൻ നമുക്ക് ശ്രമിക്കാം. ഈ അറിവ് മറ്റുള്ളവരിലേക്കും എത്തിക്കാൻ മറക്കരുത്. കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അസ്സലാമു അലൈക്കും.